എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നമ്മുടെ ഇ-കൊമേഴ്സ് ബിസിനസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ പറ്റിയുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, പഴയ രീതിയിലൊക്കെ തന്നെയാണോ നമ്മൾ ഇനിയും ഇ-കൊമേഴ്സ് ബിസിനസിനെയൊക്കെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 5 ടോപ്പ് 5 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡിൽ തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗിനും അപ്പുറത്തായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇ-കൊമേഴ്സ് ബിസിനസ്സിലേക്ക് വരുന്നവരാണ് ഏറ്റവും കൂടുതലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന്റെ ഒരു ഫ്രീ വേർഷൻ നമുക്ക് മാർക്കറ്റിംഗിൽ അവൈലബിൾ ആണ്. Omnisend എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. Omnisend എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ടൂളിനെ പറ്റി ഒരു വീഡിയോ, ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിലൊക്കെ പറയാനുള്ളത്, Omnisendൽ നമുക്കൊരു അടിപൊളി ഓഫേഴ്സ് ഇപ്പോൾ റൺ ആവുന്നുണ്ട്. ആ ഒരു ഓഫർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് തരാം. അതായത് നിങ്ങളൊരു വുക്കമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വുക്കമേഴ്സ് മെർച്ചൻസ് ആണ് നിങ്ങളെങ്കിൽ, ഓൾറെഡി നിങ്ങളുടെ വെബ് സൈറ്റിൽ ഒരു വുക്കമേഴ്സ് മെർച്ചൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 30% ഓഫ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ Omnisend എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു $1000 മൈഗ്രേഷൻ പാക്കേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്താണ് ഈ $1000 മൈഗ്രേഷൻ പാക്കേജ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, Omnisend എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗിന് വേണ്ടി ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്തും SMS മാർക്കറ്റിംഗ് ചെയ്തും കൂടുതൽ സെയിൽസ് കൊണ്ടുവരാൻ സഹായമാവുന്ന ഒരു ടൂളാണ് Omnisend എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. അവരുടെ തന്നെ ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള ഇപ്പോൾ ഒരു ഓഫറാണ് ഈ കാണുന്നത്. വുക്കമേഴ്സ് മെർച്ചൻസിന് വേണ്ടി തന്നെയുള്ളത്. മോർ സെയിൽസ് ഫ്രം യുവർ ഇമെയിൽസ്, ലെസ് വറി. ആൻഡ് ഇതിനകത്ത് പറയുന്നത് 30% ഓഫ് ആണ് നെക്സ്റ്റ് 3 മന്ത്സിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുക. അതിനകത്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒൺലി വൂ എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിനകത്ത് ഒരു $1000 ഫ്രീ മൈഗ്രേഷൻ പാക്കേജ് ഉണ്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് എന്ന് പറയുന്നത്. എന്താണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൺടാക്റ്റുകളെ അവര് മൈഗ്രേഷനിൽ ഇമ്പോർട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് തരും. അതുകൂടാതെ നിങ്ങളുടെ സെഗ്മെന്റ്സ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് തരും. സൈനപ്പ് ഫോംസും പോപ്പപ്പ് ഫോംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് തരും. അത് എത്ര എണ്ണമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ കസ്റ്റം ഡൊമൈൻ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് തരും നിങ്ങളുടെ വുക്കമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക്. ഓക്കെ, സോ ഇമെയിൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് ഈസിയാണ് എന്ന് ചോദിക്കുന്നത് വെച്ചാൽ, Omnisendൽ നമ്മൾ കളക്ട് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 4 പ്ലഗിൻസ് ഇൻ 1 ഫീച്ചേഴ്സ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടൊരു കാര്യമാണ്. അതായത് ഇമെയിൽസ്, പോപ്പപ്സ്, SMS, പുഷ് നോട്ടിഫിക്കേഷൻസ്, റെഡിമെയ്ഡ് ഓട്ടോമേഷൻസ് ഉണ്ട്. ഈസി പേഴ്സണലൈസേഷനും Omnisendന്റെ ഈ ഒരു ഫീച്ചറിലുണ്ട്. ഇത് കൂടാതെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് ആണ് ഇവരുടെ ഉള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ വേർഷൻ ഇവിടെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ട്രയൽ എന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആണിത്. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അല്ല, ഫ്രീ വേർഷൻ ആണിത്. 250 കോൺടാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ 500 ഇമെയിൽസ് പെർ മന്ത്. നിങ്ങൾക്ക് ഒരു എമൗണ്ട് പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് as usual ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. 60 SMS ഉണ്ട്. അതുപോലെ തന്നെ 500 വെബ് പുഷ് നോട്ടിഫിക്കേഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇവരുടെ സ്റ്റാൻഡേർഡ് പ്ലാൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $11 ഉണ്ട്. അതുപോലെ തന്നെ പ്രോ പ്ലാനിൽ നിങ്ങൾക്ക് $41 ഒരു പ്രോ പ്ലാനും ഉണ്ട്. ഇതിന്റെ ഫുൾ പ്രൈസിങ്ങും ഡീലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിനെ, ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് Omnisend എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൂപ്പൺ കോഡും അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മുടെ ഇനി സബ്ജക്റ്റിലേക്ക് വരാം. നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് 5 ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജീസ് ഫോർ ഇ-കൊമേഴ്സ് ബിസിനസ് ഇൻ 2024 എന്നുള്ളതാണ്. 2024 നിങ്ങളുടെ ഇ-കൊമേഴ്സ് ബിസിനസിനെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ പോരാ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. മാസ്റ്റർമൈൻഡ് ഇ-കോം SEO സ്ട്രാറ്റജീസ്, അതുകൂടാതെ പേപ്പർ ക്ലിക്ക് ഗെയിം വിത്ത് SEO, ദെൻ ന്യൂ ട്രെൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ് വിത്ത് എ മാസ്റ്റർ ടൂൾ, കണ്ടന്റ് മാർക്കറ്റിംഗ് വിത്ത് ടോപ്പിക് ക്ലസ്റ്റേഴ്സ് ഫോർമുല. ഈ 5 കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആദ്യത്തെ കാര്യം മാസ്റ്റർമൈൻഡ് ഇ-കോം SEO സ്ട്രാറ്റജീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മാസ്റ്റർമൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന്റെ SEO ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാ കാറ്റഗറിക്ക് വേണ്ടിയും നമ്മൾ SEO ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ജസ്റ്റ് SEO ഒപ്റ്റിമൈസേഷൻ മാത്രം ചെയ്യാറുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ടൈറ്റിലും അതല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ അകത്ത് കുറച്ച് കീവേഡ്സും ഒക്കെ ഇട്ട്
പോകുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി ബേസ് ചെയ്ത് ആണ് നമ്മൾ SEO ചെയ്യാറുള്ളത്. പക്ഷെ ആ രീതിയിലല്ല മാസ്റ്റർ മൈൻഡ് SEO എന്ന് പറയുന്നത്. മാസ്റ്റർ മൈൻഡ് SEO എന്ന് പറഞ്ഞാൽ ഈച്ച് പ്രോഡക്റ്റിന് വേണ്ടിയും SEO സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കാറ്റഗറിക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ SEO ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ SEO സ്ട്രാറ്റജി ചെയ്യണം എന്നുള്ളതാണ്. SEO കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റ് ആ പേജിന് മാത്രം നമ്മൾ SEO ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിന് പകരം ആ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് അതിന്റെ സെർച്ചസിനനുസരിച്ച് അതിന്റെ യൂസേഴ്സിനുള്ള സൊല്യൂഷൻ അനുസരിച്ചുള്ള കണ്ടന്റുകൾ. ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ്? നമ്മളിവിടെ 5ാമത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നുണ്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് വിത്ത് ടോപ്പിക് ക്ലസ്റ്റേഴ്സ് ഫോർമുല എന്ന് പറയുന്നുണ്ട്. ടോപ്പിക് ക്ലസ്റ്റേഴ്സ് എന്താണെന്ന് അറിയാത്തവർ ഒരുപാട് റിസർച്ച് ചെയ്തത് മനസ്സിലാക്കണം. എന്താണ് ടോപ്പിക് ക്ലസ്റ്റേഴ്സും അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാം. ഈ ടോപ്പിക് ക്ലസ്റ്റർ ഫോർമുല വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ കണ്ടന്റ് മാർക്കറ്റിംഗ് പ്രിപ്പയർ ചെയ്യാനും. അതിനകത്ത് തന്നെ ഈ പറയുന്ന പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റിനെയാണോ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങളുടെ കണ്ടന്റ് മാർക്കറ്റിംഗ് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. ഇനി ഈ പറയുന്ന പ്രൊഡക്റ്റിന് വേണ്ടി തന്നെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് മാൻ പവറും ഒരുപാട് എഫോർട്ടും എടുക്കുന്ന സമയമാണ്. പക്ഷെ ഓരോ പ്രൊഡക്റ്റിനും വേണ്ടി നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പ്രൊഡക്റ്റിന്റെയും ഒരു SEO സ്ട്രാറ്റജി അവിടെ ബിൽഡായി കഴിയുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് എന്ന് പറയുന്നത് സ്കൈ റോക്കറ്റ് ചെയ്യുന്ന പോലെ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്നത് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പല പ്രൊഡക്റ്റിന്റെയും ഒരു ട്രാഫിക്കാണ് ജനറേറ്റ് ആവുന്നത്. ഇനി ഈ ഓരോ പ്രൊഡക്റ്റിന്റെയും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന SEO സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ തന്നെ നമുക്ക് അതിന്റെ വീഡിയോ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, കണ്ടന്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, പിൻട്രസ്റ്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതിനുവേണ്ടി ചെയ്യേണ്ടതുണ്ട്. ഇത് എന്റെ എല്ലാത്തിന്റെയും ഒരു റീഡയറക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലിക്സ് വരേണ്ടത് ഈ പറയുന്ന സ്പെസിഫിക് പ്രൊഡക്റ്റിന്റെ പേജിലേക്ക് തന്നെയാണ് വരേണ്ടത്. ആ കാറ്റഗറി അല്ല ഞാൻ പറയുന്നത്, ആ സ്പെസിഫിക് പ്രൊഡക്റ്റിന് വേണ്ടി തന്നെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് മാസ്റ്റർ മൈൻഡ് SEO പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇ-കൊമേഴ്സ് ബിസിനസിന് വേണ്ടി ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പേപ്പർ ക്ലിക്ക് ഗെയിം വിത്ത് SEO എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ പേപ്പർ ക്ലിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയാം PPC ആഡ്സിനെ പറ്റി അല്ലെ. PPC ആഡ്സ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? സാധാരണ രീതി എല്ലാവരും ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് ബ്രാൻഡിനെ ലോഞ്ച് ചെയ്ത ഉടനെയാണ് പേപ്പർ ക്ലിക്ക് ആഡ്സ് ചെയ്യാറുള്ളത്. പക്ഷേ SEO എല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരു സൈറ്റിന് വേണ്ടി അത് ഓൾറെഡി സെർച്ചസിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം സെയിൽസും ഒക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ പേപ്പർ ക്ലിക്ക് ആഡ്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പല പേജുകളിലേക്കും വരേണ്ട ട്രാഫിക് SEO ഒപ്റ്റിമൈസ് ചെയ്ത് നാച്ചുറലി വരേണ്ടതാണ് ഗൂഗിൾ സെർച്ചസിൽ വരും. അപ്പോൾ അത് വരുന്നതിനുള്ള കാലതാമസം എടുക്കുന്നതനുസരിച്ച് ആ പ്രൊഡക്റ്റ് പേജിലേക്ക് സെയിൽസ് ഉണ്ടാവാനായിട്ട് നമുക്ക് കുറച്ച് കാലതാമസം ഉണ്ടാവും. അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പെയ്ഡ് ആഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പെയ്ഡ് ആഡ് മെത്തേഡ് വഴി ട്രാഫിക് വന്നു തുടങ്ങുന്നു, സെയിൽസ് വന്നു തുടങ്ങുന്നു. അപ്പൊ ഈ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പെയ്ഡ് ആണെങ്കിലും ശരി ഓർഗാനിക് ആയിട്ടാണെങ്കിലും ഒരു യൂസർ ഒരു വെബ്സൈറ്റിലേക്ക് വന്ന ഒരു പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യാനുള്ള ഇന്റൻഷൻ അവർ കാണിക്കുന്ന ആ പ്രോസസ്സിനെ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ വെബ്സൈറ്റ് സെർച്ച് കൺസോളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പ്രസൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള ആ യൂസറിന്റെ പ്രസൻസ് എങ്ങനെയാണ്, അവർ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, പ്രോഡക്റ്റ് ഡീറ്റെയിൽ ഒരുപാട് വായിച്ചു നോക്കുന്നുണ്ടോ, ആ പ്രോഡക്റ്റ് പേജിൽ അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ ബൗൺസ് റേറ്റ് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് ആഡ് വഴി വന്നതാണെങ്കിൽ പോലും ആ പേജിനൊരു റാങ്കിങ് സ്റ്റാറ്റസ് ഗൂഗിൾ മനസ്സിലാക്കുകയും പതിയെ SEOയിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ SEO റാങ്കിങ് കൂട്ടാൻ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ പേജിന്റെ റാങ്കിങ് കൂട്ടാനായിട്ട് പെയ്ഡ് ആഡ്സിന്റെ ഗെയിം SEOയ്ക്ക് ഒപ്പം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് എല്ലാ റിസർച്ചസിലും നിങ്ങൾ നോക്കിയാലും മതി, ഗൂഗിൾ ആഡ്സ് നമ്മൾ അതിനൊപ്പം ചെയ്ത് കൊടുക്കുന്നത് പെയ്ഡ് ആഡ്സ്. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിർബന്ധമായിട്ടും മെർച്ചന്റ് സെന്റർ വഴി കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് കീവേഡ്സിന് അനുസൃതമായിട്ട് മെർച്ചന്റ് സെന്റർ പ്രോഡക്റ്റ് തന്നെ ആഡിൽ കാണിക്കേണ്ടതുണ്ട്. അല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രാഫിക് ആഡ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നത്, അതിനെ ഒരു സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആഡ് ആവണമെന്നില്ല, ഒരു ട്രാഫിക് ആഡ് മാത്രമേ ആവത്തുള്ളൂ. അപ്പൊ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ന്യൂ ട്രെൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്യാറുണ്ട്, റീൽസ്, ടിക്ടോക്ക്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ന്യൂ ട്രെൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ന്യൂ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിലേക്ക് കുറച്ചുകൂടെ സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാലും വളരെ
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുക, ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്. അതിന് പകരം ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് പറയുക. അത് കണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെയോ വീഡിയോ മാർക്കറ്റിങ്ങിലൂടെയോ ഒക്കെ നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ആ വാങ്ങുന്ന ആൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് എന്താണ്, അയാൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കും അറിയേണ്ടത്. അല്ലാതെ ഈ പ്രൊഡക്റ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചിരുന്ന കാലമുണ്ട്. അങ്ങനെയുള്ള കാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ആയി. അപ്പൊ നമ്മൾ പറയുന്ന അതേ പ്രൊഡക്റ്റിന് അതേ ക്വാളിറ്റി, അല്ലെ അതിനേക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റി, അതിനേക്കാട്ടിലും കൂടുതൽ സർവീസ് പീരീഡ്, അതിനേക്കാട്ടിലും കൂടുതൽ കാര്യങ്ങളൊക്കെ മറ്റുള്ള കമ്പനികൾ പറയാൻ പോകുമ്പോൾ യൂസർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഏത് പ്രോഡക്റ്റിലേക്ക് പോകും. അതിന് പകരം യൂസർക്ക് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന ഫീച്ചേഴ്സിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുമ്പോഴാണ് യൂസർ എപ്പോഴും കൺവിൻസ്ഡ് ആവുന്നത്. അപ്പൊ നിങ്ങളുടെ കണ്ടന്റ് മാർക്കറ്റിംഗിൽ, സോഷ്യൽ മീഡിയ ഗെയിംസിൽ എപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഞാൻ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇത് വാങ്ങാൻ പോകുന്നവർക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്, അതിനെപ്പറ്റിയുള്ള പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് മാത്രം കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ സെയിൽസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നാലാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് വിത്ത് എ മാസ്റ്റർ ടൂൾ എന്നുള്ളതാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് വിത്ത് എ മാസ്റ്റർ ടൂൾ എന്നുള്ളത് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞു. ഒംനിസെന്റ് പോലെയുള്ള ഒരു സ്പെസിഫിക് ടൂൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുക. ഒംനിസെന്റ് പോലെയുള്ള ഒരു ടൂൾ ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഇ-കൊമേഴ്സ് ആണ്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വുക്കമേഴ്സ് സ്റ്റോറോ അല്ലെന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈയോ അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ കാർട്ടോ വാട്ടെവർ നിങ്ങളുടെ സ്റ്റോർ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക്. എങ്കിലും ഞാൻ ഇതിന്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കംപ്ലീറ്റ്ലി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഐ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് ഒംനിസെന്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. ഒംനിസെന്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3 months ഒരു ഓഫറുമുണ്ട്. അവരുടെ വുക്കമേഴ്സ് മെർച്ചന്റ്സിന് വേണ്ടിയുള്ള ഒരു ഓഫർ ഉണ്ട്. ആ 3 months പ്ലാൻ അവർക്ക് നിങ്ങൾക്ക് 30% ഓഫ് നിങ്ങൾക്ക് ലഭിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു $1000 മൈഗ്രേഷൻ പാക്കേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇ-കൊമേഴ്സിന്റെ സെറ്റപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇ-കൊമേഴ്സിനകത്തുള്ള സെഗ്മെന്റ്സ് സെറ്റപ്പ് ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റം ഡൊമൈൻ കണക്ട് ചെയ്യുക, ഈ ഫീച്ചേഴ്സും എല്ലാം ഒംനിസെന്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇ-കൊമേഴ്സ് ബിസിനസിന്റെ സെയിൽസ് കൂട്ടാനായിട്ട് നമുക്ക് എന്തായാലും കുറെ മാർക്കറ്റിംഗ് ടൂൾസ് ആവശ്യമാണ്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് SMS മാർക്കറ്റിംഗ് ടൂൾ ആണ് ഒംനിസെന്റ് എന്ന് പറയുന്നത്. സ്ട്രൈറ്റ്. ഇനി നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. കണ്ടന്റ് മാർക്കറ്റിംഗ് വിത്ത് ടോപ്പിക് ക്ലസ്റ്റേഴ്സ് ഫോർമുല. ടോപ്പിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ റിസർച്ചസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ടോപ്പിക് ക്ലസ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പില്ലർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് SEOയിൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പേജ് ഉണ്ട്, ഒരു മെയിൻ ലാൻഡിംഗ് പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു മെയിൻ ലാൻഡിംഗ് പേജ് ആണ് നമ്മുടെ പില്ലർ കണ്ടന്റ് എന്ന് പറയുക. അപ്പൊ പില്ലർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. SEOയിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്താണ് പില്ലർ കണ്ടന്റ് എന്നുള്ളത്. പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. ഇതിനെ കോർണർസ്റ്റോൺ കണ്ടന്റ് എന്നുള്ളത് യോസ്റ്റ് SEO ടൂൾ വിളിക്കുന്നത് കോർണർസ്റ്റോൺ കണ്ടന്റ് എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിലാണ് ഇതിനെ പറയുന്നത്. എന്നാലും ജനറലി ഇതിന്റെ വാക്ക് പില്ലർ കണ്ടന്റ്, മെയിൻ കണ്ടന്റ് എന്നുള്ളതാണ്. നമ്മുടെ സെർച്ച് എഞ്ചിനെ നമ്മൾ അറിയിക്കുന്നത് മെയിൻ കണ്ടന്റ്. ഈ പില്ലർ കണ്ടന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ട് ആ ടോപ്പിക്കുകൾ ഇതിലേക്ക് ആ ടോപ്പിക്കുകളിലൂടെ ഇതിലേക്ക് നമ്മളൊരു ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഈ ടോപ്പിക് ക്ലസ്റ്റർ ഫോർമുല എന്നുള്ളത്. അതിനകത്ത് ഈ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ ഈ ടോപ്പിക് ക്ലസ്റ്റർ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സെർച്ച് എഞ്ചിൻസ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് ആളുകൾ പല പല ആർട്ടിക്കിളുകൾ വായിച്ചിട്ട് ഒരു സെൻട്രലൈസ്ഡ് പേജിലേക്ക് മൂവ് ചെയ്ത് വരുന്നത് സെർച്ച് എഞ്ചിന് മനസ്സിലാവുകയും അങ്ങനെ മൂവ് ചെയ്ത് വരുന്ന ആ സൈറ്റിന്, ആ ഒരു പേജിന് സംതിങ് വാല്യുബിൾ ആയിട്ടുള്ള എന്തോ ഒരു ഇൻഫർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടെന്നും ആ പേജിന് ഒരു റാങ്കിങ് കൊടുക്കാമെന്നും വിചാരിച്ച് നമ്മളുടെ വെബ്സൈറ്റിലെ ആ പ്രൊഡക്റ്റിനെ നമുക്ക് റാങ്കിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ടോപ്പിക് ക്ലസ്റ്റർ ഫോർമുല ഉപയോഗിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ബ്ലോഗ് എഴുതിയേക്കാമെന്നും പറഞ്ഞിട്ട് ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റി എഴുതിക്കോ, ഇന്ന് ആ ടോപ്പിക്കിനെ പറ്റി എഴുതിക്കോ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. സോ ദെയർ ഷുഡ് ബി എ ഫോർമുല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ്. അത് എന്ന് പറയുന്നത് ഈ ടോപ്പിക് ക്ലസ്റ്റർ ഫോർമുല ആണ്. ടോപ്പിക് ക്ലസ്റ്റർ പ്ലാനിങ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഒരുപാട് ടൂൾസ് ഒക്കെ പീപ്പിൾ ഓൾസോ ആസ്ഡ്. അതല്ലെന്നുണ്ടെങ്കിൽ
ആൻസർ ദ പബ്ലിക് എന്ന് പറയുന്ന ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക് ക്ലസ്റ്റർ കണ്ടന്റ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിന്റെ ഒരു പണ്ട് നമ്മൾ പഠിച്ച രീതി അല്ലാതെ ഏറ്റവും പുതിയ രീതികളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി, ഏറ്റവും പുതിയ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത്, പുതിയ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് എന്താണ് വർക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കി അതിന് പറ്റുന്ന ആപ്റ്റ് ആയിട്ടുള്ള ടൂൾസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് പെയ്ഡ് ആക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ മാർക്കറ്റിംഗ് ജേർണി 2024 ചെയ്യാനായിട്ട്. സ്പെഷ്യലി ഇ കൊമേഴ്സ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആക്സിലേക്കൊക്കെ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പെർഫെക്റ്റ് ആണോ എന്ന് എപ്പോഴും അനലൈസ് ചെയ്ത് നോക്കണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ നിങ്ങളുടെ ഏജൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇത് കൃത്യമായി ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാനുള്ള നോളജ് എങ്കിലും നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ, എങ്ങനെയാണ് അവരുടെ അവർ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്ത് തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്, അവരെങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളൊരു ഇ കൊമേഴ്സ് ബിസിനസ് ഓണർ ആണെങ്കിലോ അതല്ല നിങ്ങളൊരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലോ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് യു ക്യാൻ വിസിറ്റ് ഡിജിമാർക്ക് അക്കാഡമി. ആൻഡ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കൂടുതലായിട്ടും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ തോന്നിയത് മറ്റൊന്നുമല്ല, ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, ഇ കൊമേഴ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് മൂവിംഗ് ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഡിജിറ്റലി നമുക്കത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗുകൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.